നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരൂല. 2 നിന്നെ ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല. 3 ചെറുപ്പക്കാരാ പറയാൻ പറഞ്ഞില്ലടോ, ഒരു നിയ്യത്ത് തയ്യാറാ പറഞ്ഞത്. ഒരു നിയ്യത്ത് തയ്യാ പറഞ്ഞപ്പോ അതിന് പോലും മനസ്സില്ലാത്ത പെങ്ങളൂ, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു തരില്ല. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ജുമാ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട്, പടച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, പടച്ചവനെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ, എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ. നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട്. കൈപൊക്കാ മടിച്ചവര്, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അയൽവാസികൾക്ക് പോലും കൊടുക്കാൻ മടിയാണ്. പലരും വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ടാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ 3 കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറമില്ല. 1ാമത്തെ കാര്യം, കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, കുടിവെള്ളം മുട്ടിക്കരുത്. ചോദിച്ചാ കൊടുക്ക. വെള്ളം തരുന്നവനല്ലയാണ്, വെള്ളം തരുന്നവനല്ലയാണ്. കൊടുത്താലേ കൂടുകയുള്ള ഉമ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ നീ അധികമായിട്ട് പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളെല്ലാവരും ഈ ദിക്ർ പറയുന്നവരാ. വെറുതെ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാ 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 വെറുതെ പറയാനുള്ള ദിക്റല്ല ഉമ്മ. എന്താണ് അസ്തഗ്ഫിറുല്ലാ എന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും, അല്ലാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യന് ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട്, റബ്ബേ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാനെ, നീ അത് പൊറുത്തുതാ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ഒരു തൗബയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം മുഴുവനും പൊറുക്കണമെങ്കിൽ ഒറ്റ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. പക്ഷെ പറയേണ്ടത് പോലെ പറയണം. നീ അങ്ങനല്ല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ പാപം ഉണ്ടാവത്തുള്ളൂ. നീ നരകത്തിൽ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ വെറുതെ പറയാനുള്ളതല്ല, ആ ദിക്റിന് വലിയ മഹത്വമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ അസ്തഗ്ഫിറുല്ലാ പറ സ്വഹാബാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം എണ്ണിപ്പറ സഹാബ. അനസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിച്ചു, നബിയെ 70 എന്ന് പറയാൻ കാരണം എന്താ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു അവന് 7 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 70 പ്രാവശ്യം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി മുതൽ, ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുന്ന കാലത്തോളം 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്, പ്രതിഫലം പറയാം. പൊക്കണ്ടവനൊക്കെ പൊക്കിക്കോ. ഈ പൊക്കാത്തവന്മാരൊക്കെ കൈ പൊക്കാത്തത് ഓർത്ത് കരയും. അത്ര ഞാൻ പറയും. പ്രതിഫലം പറയുമ്പോ നീ ആലോചിക്കും, പൊക്കിയില്ലല്ലോ അല്ലാഹ്. ഞാൻ ഈ പ്രതിഫലം അങ്ങോട്ട് പറയുമ്പോ നീ ചിന്തിക്കും, പടച്ചവനെ പൊക്കാൻ പറ്റിയില്ലല്ലോ, ഇയാൾ ഇനി ഒരവസരം കൂടെ തന്നേക്കണം. അങ്ങനൊന്നും ഇല്ല. വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോ. 7 പ്രതിഫലം പറയും, ദുആ ചെയ്ത് പിരിയും. താല്പര്യമുള്ളവര് കൈപൊക്കും. ഇന്നു മുതൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പൊക്കണമെങ്കിൽ നല്ല പോലെ പൊക്കിക്കോ. ചിലപ്പോ ഇതിന്റെ പേരിലാണ് നീ അല്ലാഹു സ്വർഗം തരുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്താ അമിനാത്ത നിന്റെ കൈ പൊങ്ങാത്ത? എന്നെ പൊക്കാൻ ക്രൈം വേണോ? പൊക്കും. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയാം, ഈ ചിരി അങ്ങ് മാറും. അള്ളാഹു നിനക്ക് ഞാൻ ഈ കൈ പൊക്കിയവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പറയുമ്പോ ഈ ചിരി അങ്ങ് മാറും. നീ ഇരുന്നു കരയും ഇവിടെ ഇരുന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രതിഫലം? ഇന്നത്തെ ദിവസം നീ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. 2 അസ്തഗ്ഫിറുല്ലാഹ് വെറുതെ ഇല്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഇന്നത്തെ ഈ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായത്, ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ ഉണ്ടോ മഴ? മഴയുണ്ടോ? ഇവിടെ നല്ല ആൾക്കാരുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മഴ പെയ്യാത്ത. എന്നാ അവിടെ മഴ പെയ്തു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് 7 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു മഴ പെയ്തു. ഇവിടെ മഴത്തുള്ളി പോലും വീണിട്ടില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, തങ്ങളെ വെള്ളമില്ല, തങ്ങളെ ഒന്ന് ദുആ ചെയ്യ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, മഴ വേണോ, വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, തങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലമായി, തങ്ങളെ മക്കളില്ല, എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില്ല, വലിയ പ്രയാസത്തില്ല, തങ്ങളെ എന്തെങ്കിലും ഒരു വഴി. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 3 പേരോടും ഒരേ മറുപടി. ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ എന്തേ 3 പേർക്കും ഒരേ മറുപടി തന്നെ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഗവൺമെന്റ് ആശുപത്രി പോയാലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇപ്പൊ പനിയാണെങ്കിലും വയറുവേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും നെഞ്ചുവേദനയാണെങ്കിലും ടാബ്ലറ്റ് വാങ്ങാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നവന്റെ മുന്നിലൊരു ബോക്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു 4 എണ്ണം എല്ലാവർക്കും തരും. അതെന്താന്നറിയില്ല, എല്ലാവർക്കും തരും. അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതപ്പോ ചില ബിരുദം വരെ ഞാൻ പണ്ട് എന്റെ 2 സുഹൃത്തുക്കളുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ ഈ 1 രൂപ കൊടുക്കണം പേരെഴുതുന്നതിന്. ഇവിടെ ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരിയായി നിൽക്കാം. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് അറിയില്ല. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഒരു ചേച്ചിയായിരിക്കണം, ഇത്തിരി പ്രായമുള്ള. ആ ചേച്ചി പറഞ്ഞു, നിനക്ക് കണ്ണ് കാണത്തില്ലയോ, ഇവിടെ ഇത്രയും പേര് നിരന്നിക്കുന്നുണ്ടല്ലോ. അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ ചേച്ചി വഴക്കു പറഞ്ഞു. അതങ്ങോട്ട് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അവസാനം പോയി വരിയായിട്ട് നിന്നു. എന്റെ മുന്നിൽ 2 പേര് നിൽക്കുന്നു, ഞാൻ 3ാമത്തെ ആളാ. അങ്ങനെ അവസാനം പേര് എഴുതാൻ ചെന്നപ്പോ ഈ ചേച്ചി ഇവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്?
1 രൂപ വെച്ചിട്ട് വെച്ച് എന്താ പേരെന്ന് ഇവൻ പറഞ്ഞു മുഹമ്മദ് അസറായിൽ എന്ന്. ആ പാവപ്പെട്ട ചേച്ചിക്ക് എഴുതാൻ അറിയാവോ? സത്യത്തിൽ അവന്റെ പേര് നിഹാസ് എന്ന്. അവൻ എന്ത് പറഞ്ഞു? മുഹമ്മദ് അസറായിൽ എന്ന്. ഈ ചേച്ചി വെടി കൊണ്ടതുപോലെ ഇരിക്കാം. എന്താ പേര്? മുഹമ്മദ് അസറായിൽ. ഇവൻ പറയാ എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ എഴുതാം എന്ന് മേടിച്ചിട്ട് ഇവൻ എഴുതിയിട്ട് അങ്ങോട്ട് മാറി. രണ്ടാമത്തവനോട് വെച്ച് നിന്റെ പേരെന്താ? മുഹമ്മദ് ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞ ചില ബിരുദന്മാർ അങ്ങനെയുണ്ട്. അല്ലാഹു അലം. അല്ലാഹു നമ്മുടെ അതിലൊരാൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചു, 3 പേർക്ക് ഒരു മരുന്നല്ലേ പറഞ്ഞേ? മക്കളില്ലാത്ത പറഞ്ഞവനും മഴയില്ല എന്ന് പറഞ്ഞവനും കച്ചവടം നഷ്ടമായി എന്ന് പറഞ്ഞവരും 3 പേർക്കും ഒരേ ഒരു മരുന്ന്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ഞാൻ പറഞ്ഞതല്ല, ഞാനല്ല ഇത് പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കാണാം, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ അല്ലയാ പറഞ്ഞത് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഴയില്ല, വെള്ളമില്ല, പടച്ചവനെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കാലവാ. ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലവാ. മഴ വേണോ? നിന്റെ കിണറ്റില് വെള്ളം വേണോ? കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ? ഇന്ന് അയൽവാസികൾക്ക് പോലും കൊടുക്കാൻ മടിയാണ്. പലരും വെള്ളം കൊടുക്കാത്തത് തീർന്നു പോകുമെന്ന് കരുതിയട്ടാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, 3 കാര്യങ്ങൾ ആര് ചോദിച്ചാൽ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ ആര് ചോദിച്ചാലും കൊടുക്കണം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറമില്ല. ഒന്നാമത്തെ കാര്യം, കുടിക്കാൻ ആര് വെള്ളം ചോദിച്ചാൽ കൊടുക്കണേ സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, കുടിവെള്ളം മുട്ടിക്കരുത്. ചോദിച്ചാ കൊടുക്ക. വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്, വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്. കൊടുത്താലേ കൂടുകയുള്ളൂ ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, മഴ വേണോ വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ. എന്റെ പ്രിയമുള്ളവരെ, 2 മക്കളില്ല, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ. വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട. വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ കളയണ്ട. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പോയ അമ്മമാര് വേറെ പണിയൊന്നുമില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പ വഴി. അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രമില്ല, കൗണ്ടിങ് ഇല്ല, അതില്ല, ഇതില്ല, എന്തില്ല. ചങ്ങാതി, മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ. അത് അല്ലാഹ് ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 2 പേർക്കും മക്കളില്ലായിരുന്നു. എന്ത് കൗണ്ടിങ് പറഞ്ഞുകൊണ്ട്? ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. എന്ത് ഗർഭപാത്രം ഇല്ലാത്തോണ്ടാ? ആയിഷ ബീവി ഇല്ലേ, മുത്തുനബിയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മക്കളില്ലായിരുന്നു. എന്തുകൊണ്ടാ? അല്ലാഹ് കൊടുത്തില്ല. അതന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ, മക്കളെ വേണോ? മക്കളെ വേണോ? അല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറ, മക്കളെ കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് പറ. ആ ടാബ്ലറ്റ് എപ്പോഴും കഴിക്കും മക്കൾ. പിന്നെ ചിലർക്ക് ഹോബിയ. മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന, ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും, വിശേഷമായില്ലേ? കടയിൽ നിന്ന് വാങ്ങണ സാധനമല്ലേ? ചിലർക്കത് രസമാന്നേ, പോയിട്ട് ചോദിക്കും, വിശേഷമായില്ലേ, വിശേഷമായില്ലേ. അല്ലാഹു അലം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക്. മക്കളില്ല എന്നറിയാം, എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് കുത്തി കുത്തി നോവിക്കുന്നൊരു വേദന, അത് വല്ലാത്തതാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരിയായിട്ടൊരു നീ ഒരു ദിക്ർ പറഞ്ഞുകൊടു. മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനൊരു ദിക്റുണ്ട്, അത് പറ. അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിലും ഭേദം മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ, മക്കളെ വേണോ? 2 വഴി. ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ് പറയണം. രണ്ടാമത് പറയണം, ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കോ? പറഞ്ഞു കൊടുക്കോ? അതോ കളിയാക്കോ?
പറഞ്ഞു കൊടുക്കോ കളിയാക്കോ? ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ? പറ ചങ്ങാതിമാരെ, ഇൻഷാ അല്ലാഹ് പറ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട്, ഒരു സാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, അള്ളാഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് മക്കളില്ല, ദുആ ചെയ്യണം. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു അവള് പ്രസവിക്കൂല. അല്ലാഹ് പറഞ്ഞ മറുപടി, വെറുതെ ദുആ ചെയ്യണ്ട, അവള് പ്രസവിക്കൂല. ഈ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? നിങ്ങളുടെ നാട്ടിൽ എന്തൊരു അങ്ങനെ തന്നെ അവള് പ്രസവിക്കാത്ത പെണ്ണ. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു, അല്ലാഹ് ഇല്ല പ്രസവിക്കൂല. 3 പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ. ഈ പെണ്ണ് പോയി. ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല, പോയി. കുറെ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുമായിട്ട് മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബിയെ, ഞാൻ ഗർഭിണിയാണ്, എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദുആ ചെയ്യണം. മൂസാ നബി കണ്ണും തള്ളി നിൽക്കുക. കാരണം അള്ളയാ പറഞ്ഞ ഇവള് പ്രസവിക്കൂല, അള്ളാഹുവാണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല, പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഉത്തര പടച്ചോനെ എന്ത് പറ്റി അല്ലാഹ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, മൂസാ നബിയെ, അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്റാ പറഞ്ഞു. അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്റാ പറഞ്ഞ്. ആ ദിക്ർ പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദിക്ർ യാ റഹീമു യാ അല്ലാഹ്. ഇതെന്നെ കരുണയുള്ള അല്ലാഹ്. അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് കരുണയുള്ള റബ്ബേനെ വിളിച്ചേ. അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിക്ർ മക്കളില്ലാത്ത പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ആ പാവങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ വേണോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ. 3, കച്ചവടം മുഴുവനും വല്ലാത്ത നഷ്ടത്തിലാണ് ഉസ്താദേ, വല്ലാത്ത പ്രയാസത്തിലാണ്. മോനെ പറയടാ, നിന്റെ കച്ചവടത്തിൽ ലാഭം വേണോ? പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ. കച്ചവടമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവർ നീയും പറയണം അസ്തഗ്ഫിറുല്ലാഹ്. ഭാര്യയോട് പറയണം പറയാൻ അസ്തഗ്ഫിറുല്ലാഹ്. പെങ്ങളെ, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലേ നിന്റെ ഭർത്താവിന് കച്ചവടമുള്ളൂ, എങ്കിലേ നിനക്ക് തിന്നാൻ അന്നമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഈ പ്രതിഫലം നിങ്ങൾക്കുള്ളതാ. ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈയുയർത്തിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ. മഹാനായ പ്രവാചകൻ അവിടെ പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ, പടച്ചവരെ, താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ, വല്ലാത്ത ദുഃഖമാണല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗമെങ്ങാടും നിനക്ക് പിടിപെട്ടു പോയാൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണല്ലോ. താങ്ങാൻ കഴിയുമോ പൊന്നുമോര്? താങ്ങാൻ കഴിയുമോ പൊന്നുമോര്? നിന്റെ കിഡ്നിയെങ്ങാണം പോയാൽ ഒരു തുള്ളി മൂത്രം പോലും പോകാതെ പടച്ചവനെ മാറ്റിവെക്കണമെങ്കിൽ 20-30 ലക്ഷമാണ്. ഈ കിഡ്നി തകർന്നു പോയിട്ട് വീടിന്റെ അകത്ത് കിടന്ന് വെള്ളം കുടിക്കാൻ കഴിയാതെ, ശ്വാസം മുട്ടികെട്ടുന്നു നേരെ കിടക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? നീ നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട്, വാപ്പാ എനിക്ക് വേദനിക്കുന്നു വാപ്പാ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നൊരവസ്ഥ കണ്ടാ താങ്ങാൻ കഴിയുമോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹല്ലദീ. താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരൂല. എന്റെ പ്രിയമുള്ള സഹോദരാ,
രണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മുത്തുനബി പറയുകയാണ് ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ചില സമയങ്ങളിൽ പടച്ചവരെ ചിന്തിച്ചു പോകുമങ്ങ് മരിച്ചാ മതിയായിരുന്നു അല്ലാ. ആത്മഹത്യ ചെയ്യാ തോന്നുന്ന ചില സമയങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. എങ്കിലാരുമില്ലാത്ത ചില സന്ദർഭങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നാൽ പടച്ചവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവേ നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ പെട്ടെന്നൊരു ദിവസം ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണം മരണപ്പെട്ടു പോയാൽ അവസാന കബറടക്കി പാതിരാത്രി നീ നിന്റെ വീടിന്റെ അകത്തിരിക്കുമ്പോ നിന്റെ ചെറിയ മക്കള് നിന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാ എനിക്കുമ്മയെ കാണണം വാപ്പാ, എനിക്കുമ്മയെ കാണണം, എന്റെ ഉമ്മയെ വിടൂ എന്ന് നിന്റെ പൊന്നാര മക്കളെങ്ങാടും ചോദിച്ചാ കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ എന്ത് കഴിയും ചെറുപ്പക്കാരോ? പൊന്നു പെങ്ങളെ പറഞ്ഞോ മോളെ അസ്തഗ്ഫിറുല്ലാഹ്. ഇന്ന് നിനക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവെങ്ങാടെ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. കുറച്ചു നാള് നിന്റെ വീട്ടുകാര് നോക്കും, അത് കഴിഞ്ഞാൽ അവർക്കും ബാധ്യതയാ മോളെ. വീടിന്റെ അകത്ത് പൊന്നാര മക്കളെ പിടിച്ചിരുന്ന് കരയാനല്ലാതെ എന്ത് ചെയ്യും പെങ്ങള്? അല്ലാഹുവേ അതുകൊണ്ട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നൊന്ത് പ്രസവിച്ച പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കളുടെ മയ്യത്ത് കാണാൻ കഴിയോ ചെറുപ്പക്കാരാ? നിന്റെ പൊന്നാര മക്കളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാൽ എങ്ങനെ കഴിയുവടാ? നിന്റെ നെഞ്ചത്ത് കിടന്ന് കളിച്ച മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടാ കഴിയോ? ഇന്ന് വയലിന് വരുന്നതിന് മുമ്പ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പരിസരത്തുള്ള മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാർ പടച്ചവനെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വയലിന് വന്നപ്പെടും, ഒരു മാസത്തിന് മുമ്പ് ഞാൻ അവിടെ വയലിന് വന്നപ്പെടും, ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തിട്ട് പോയതാ. പക്ഷേ ഇന്ന് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ദുആ ചെയ്തിട്ടാ വരുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യയുടെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. പടച്ചവനെ, രോഗം പിടിച്ച് കിടന്നിരുന്ന പൊന്നുമോൾ, എപ്പോഴും ചുമന്നുകൊണ്ട് നടന്നിരുന്ന പൊന്നുമോ, അവൻ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തിയിട്ട് യാത്രയാകുമ്പോ മരിച്ച കബറടക്കി 8 ദിവസങ്ങളായി. എന്നാലും അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. ആരെ കൊണ്ടാ താങ്ങാൻ കഴിയാ? പടച്ചവനെ, ഞാനിപ്പോ ഉംറയ്ക്ക് പോയപ്പോ 3.5 വയസ്സുള്ള ഒരു പൊന്നുമോ, അല്ലാഹുവേ മക്കത്ത് വെച്ചല്ലേ മരണപ്പെട്ടു പോയത്. മക്കത്ത് വെച്ചിട്ടാ അല്ലാഹുവേ ആ പൊന്നുമോന്റെ ഉമ്മയുടെ ചാരത്തേക്ക് പടച്ചവനെ എന്റെ ഒരു പ്രിയ സുഹൃത്ത് കൊണ്ടുപോയി. ഉസ്താദേ, ആ പാവങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കു ഉസ്താദ്. എന്തു പറഞ്ഞിട്ടാണെന്നറിയില്ല. അല്ലാഹുവേ, അതിനു മുമ്പുള്ള 2 മക്കളും മരണപ്പെട്ടു. അല്ലാഹു കൊടുത്ത 3 എണ്ണവും മരിച്ചുപോയി. ആ ഉമ്മയോട് ഞാനെന്ത് പറയാരാ? ആ പാവപ്പെട്ട പെങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊടുകുമ്പോ ആർക്കാ താങ്ങാൻ കഴിയാ? ആർക്കാ താങ്ങാൻ കഴിയാ? അതുകൊണ്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു തരൂല. 2, നിന്നെ ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല. 3, കൈവക്കാൻ പറഞ്ഞപ്പോ മടിച്ച ചെറുപ്പക്കാരാ, പറയാൻ പറഞ്ഞില്ലടോ. ഒരു നിയ്യത്ത് തയ്യാറാ പറഞ്ഞത്, ഒരു നിയ്യത്ത് തയ്യാ പറഞ്ഞപ്പോ അതിന് പോലും മനസ്സില്ലാത്ത പെങ്ങള്. ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, മോനെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നിനക്ക് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ അല്ലാഹു തരില്ല.
വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ജുമാ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട് പടച്ചവരെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, പടച്ചവനെ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ, എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ കാണുന്നവരല്ലോ. നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നുണ്ട്. കൈപൊക്കാൻ മടിച്ചവര്, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. കൈ പൊക്കിയവനെ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും പോയിട്ട് യാചിക്കേണ്ട ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൈവക്കാൻ നിനക്ക് മടിയായിരുന്നല്ലോ, കൈവക്കാൻ ഇതിനകത്ത് പലർക്കും മടിയായിരുന്നല്ലോ. നിന്റെ അവസ്ഥ അറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കരയൂന്ന്, നീ പിരിവെടുക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ പറ. മരിക്കണ കാലം വരെ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ, അള്ളാന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. മുത്ത് നബിയാ പറഞ്ഞത്. ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്ത് നബിയാ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. മോനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്ന നിന്റെ വീട് വിറ്റാ പോലും മാറൂല, നിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റാലും മാറൂല. ആ മാരക രോഗം മാറാനുള്ള ഒരു വഴി ഈ വരുന്ന ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞിട്ട് നിന്റെ കയ്യിലുള്ളതിൽ ഒരല്പം ഇട്ടുകൊടുക്ക്. അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കും, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. മാരക രോഗങ്ങളെ തൊട്ട്, അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുക്ക്. ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ, ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ. ഇന്ന് നീ ഇത് കൊടുത്ത ലക്ഷങ്ങൾ ചെലവഴിച്ചാ മാറാത്ത രോഗം അല്ലാഹു നിനക്ക് മാറ്റിത്തരും. ലക്ഷങ്ങൾ ചെലവഴിച്ചാലും മാറാത്ത രോഗങ്ങൾ, ചിലപ്പോ ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ചിലപ്പോ ഈ കൊടുക്കണ സദഖ കൊണ്ടായിരിക്കും അല്ലാഹു ശിഫയാക്കി തരുന്നത്. അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊരു സദഖ, 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ എല്ലാവരും എന്തേ സംഘാടകർ ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി ധൃതി കാണിക്കരുത്. നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. നിന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചോ. ഈ ബക്കറ്റിന്റെ പിരിവിന് പോകുന്നവരെ നിനക്ക് വീട് കെട്ടാനോ അല്ലെങ്കിൽ നിന്റെ സഹോദരിയെ കെട്ടിക്കാനോ നിനക്ക് ഭക്ഷണം വാങ്ങാനോ അല്ല. അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ. 1 മിനിറ്റ് അവിടെ നിൽക്ക്. ഓൻ എടുത്തിടുവോ നോക്ക്. എടുത്ത് വാങ്ങിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അള്ളാഹു ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം മരിക്കണ കാലം വരെ തരൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര കാര്യങ്ങൾ സൂക്ഷിച്ച, എത്ര കാര്യം സൂക്ഷിക്കുവോ? ഓ, ഇങ്ങനെ ഇനി വസ്തു വീടിന്റെ പ്രമാണം വല്ലതും ചോദിച്ചാലോ എന്നുള്ള പേടി. എനിക്ക് ആരുടെ 5 പൈസ വേണ്ട, നിങ്ങളുടെ ആരുടെയും 5 നയാ പൈസ എനിക്ക് വേണ്ട. കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ?
അള്ളാടെ കാര്യം വിട, അള്ള അംബാനിയെ കാര്യം വലിയ ആളല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു അങ്ങനെയുള്ള സമ്പന്നന്മാരാക്കി തരുമാറാകട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാ മതി. പിന്നെ അംബാനി നമ്മളാ. കാരണം എന്തേ? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നപ്പോ ഈ ചങ്ങാതിമാരുടെ കൂടെ ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. എന്റെ പേരുള്ളത് കൊണ്ടല്ലേ ഞാൻ പോയി കഴിച്ചേ. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? പറ ചങ്ങാതിമാരെ, കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ തിന്നോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടോ? പിന്നെ അസൂയ വെച്ചാൽ അതിനെ ഭ്രാന്തെന്നാ പറയണേ. അതിനെന്താ പറയാ? വട്ട്. അതന്നെ. ഞാൻ തലകുത്തി കിടന്നാ നിങ്ങൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടൂല, എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്കും കിട്ടൂല. ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. പിന്നെ എന്തിനാ പേടിക്കണേ? അള്ളാഹു നമുക്ക് ദാരിദ്ര്യത്തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 4 കാര്യം സൂക്ഷിക്കോ. ഇൻഷാ അള്ളാഹ് നേരെ ഇരിക്കാതെ ഇതിലെ കടപ്പുറത്തിരിക്കണം. ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണം. നേരെ ഇരി മനുഷ്യന്മാരെ, സ്വർഗമല്ലേ ഇത്? നേരെ ഇരുന്ന് അൽഹംദുലില്ലാ. ഇങ്ങോട്ട് നോക്ക് താത്താമാരൊക്കെ, വീശിക്കോ. ഇപ്പോഴല്ലേ വീശ, അവിടെ എന്തോ വീശല. അല്ലാഹു അലം. നിനക്ക് ഇവിടെ ഇരുന്നപ്പം തന്നെ വീശല്. ഇത്രയ്ക്കും ചൂടില്ലേ? നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ആലോചിക്കേ. പൊരിക്കോ അതിനകത്തിട്ട്. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വീശാതിരി, ചിലപ്പോ അവിടെയെങ്കിലും രക്ഷപ്പെടും. ഇവിടെ വീശാതിരുന്ന അവിടെയെങ്കിലും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.